കുപ്പിക്ക് 1400 രൂപ വില വരുന്ന റോയൽ വിസ്കി മാത്രം കഴിക്കുന്ന ബോംബെയിലെ കറുത്ത രാജാക്കന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർണവും മയക്കുമരുന്നും ഡീൽ ചെയ്യുന്ന അണ്ടർവേൾഡ് ടക്ക്, നാട്ടിലെ പാറായിക്കുട്ടം നിയന്ത്രിക്കുന്ന മാഫിയ കിങ്. ചെങ്കൺ കാണുമ്പോൾ നിന്നെ പോലെ പേടിച്ചോടുന്ന ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ ഇല്ല. ചെങ്കണ്ണിനെ പോലും വകവരുത്താൻ കഴിവുള്ള ഹൈ കില്ലർ. പിന്നെ തന്നെ പോലെ 10,000-10,000 ഉരുവയ്ക്ക് വേണ്ടി കാട്ടിലെ മരം മോഷ്ടിക്കുന്ന ഹമുകളില്ല. ദേ ആർ മൾട്ടി മില്യൻസ്. അത്തരത്തിലുള്ള അധോലോക ചക്രവർത്തിമാർ കയറിയേ പടപുരുതിവനാണ് ഞാൻ. തന്റെ ഭീഷണി കയ്യിലിരിക്കട്ടെ. സൂപ്പർ. ഇത് ഡാഡി പറഞ്ഞ ഡാഡിക്ക് കൈയടി ഉറപ്പാ. ഇത് പറഞ്ഞാൽ എനിക്കെങ്ങനെ കേടി കിട്ടും? എടാ, ഇത് ഹീറോയുടെ ഡയലോഗാ. ഇതല്ലേ ഡാഡിയുടെ ഡയലോഗ്? ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് ആണ് എന്റെ ഡയലോഗ്. അപ്പൊ ആദ്യം തന്നെ ഡയറക്ടറിനോട് പറഞ്ഞു, താൻ ഈ ഡയലോഗ് ഒന്ന് പഠിക്കും. കാരണം ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട്. എപ്പോഴാണ് ഈ എന്റെ ഡയലോഗ് പറയണമെന്ന് എനിക്കറിയില്ല. സിനിമയിലുള്ള ഒരുപാട് വലിയ സ്റ്റാർസ് ഒക്കെ നിൽക്കുന്നില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഡയലോഗ് പഠിച്ചു. അവസാനം ഈ ഹീറോ പറയുന്ന ഈ വമ്പൻ ഡയലോഗ് കഴിയുമ്പോൾ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഹീറോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കേട്ട് പറയും, സർ. അതാണ് എൻ്റെ ഡയലോഗ്. എന്തേ ഈ ഒരു കുഞ്ഞു ഡയലോഗിനാണ് നിങ്ങൾ ഈ 1 മാസം ലീവ് എടുത്ത് ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചത്? അങ്ങനെ നീ പറയരുത്. കുഞ്ഞു ഡയലോഗാലും വലിയ ഡയലോഗാലും ചെറിയ സീൻ, ഇത്രയും ചെറിയ സീൻ ചെയ്തിട്ടല്ലേ അവസാനം ഒന്നും ഇല്ലാണ്ടാണത്. നല്ലൊരു ജോലി ഇല്ലേ? ഉണ്ട്. അത് ചെയ്തങ്ങ് ജീവിച്ചാ അത് ഞാൻ ചെയ്ത് ജീവിച്ചോളാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു കലാഹൃദയമുള്ള ഒരാള് അവൻ ഏത് ജോലി ചെയ്താലും അതെപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. നിനക്കറിയാൻ പാടില്ല. അതാണ് കലാകാരന്റെ ഹൃദയം. നീ കൂടുതൽ സംസാരിക്കണ്ട. നീ എന്തല്ലടി, അത് മതി എനിക്ക്. കാരണം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു കലാകാരൻ 100% വിരിയുന്നത്. കേട്ടോ? നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതാ നമ്മുടെ അപ്പുറത്തൂടെ വഴിയുണ്ട്, പക്ഷെ ഇതാ നമ്മുടെ ഫ്രണ്ട് വഴി. വേണ്ട ബാക്കി വേണ്ട, വെച്ച വേണ്ട വെച്ച ബാക്കിയൊന്നും വേണ്ട. ഇരിക്കട്ടെ നോക്കോ. എങ്ങനെയുണ്ട് ഡാഡിയുടെ വീട്? നിങ്ങളെ സമ്മതിക്കണം, ഇതേപോലൊരു മുതൽ അവിടെ കിടന്ന് ഇത് പിടിച്ചേ. ഈ വീട് സ്ഥലമൊക്കെ കിടന്നിട്ടാണ് ആ തിരുവനന്തപുരത്ത് കിടന്നിട്ട് കണ്ടവനെ അവിടെ ഒക്കെ തെണ്ടി ജീവിച്ചത് അല്ലേ? ഞാന് ഇത്തിരി ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ഒരു പ്രാവശ്യം ഇവിടെ എന്തെങ്കിലും മനസ്സ് കൊണ്ട് വേദനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അതുകൊണ്ടല്ലേ ആരും വേദനിപ്പിക്കണില്ലല്ലോ. അത് പിന്നെ അവൻ എന്റെ കൂട്ടുകാരനായി പോയില്ലേ നിന്റെ ആങ്ങള. എടി ഇത് അളിയന്റെ ഷെയർ. അളിയനെ അവിടെ വൃത്തിയാക്കിട്ട. ഇത് നമ്മുടെതാ, ഈ കാട് പിടിച്ച് കിടക്കുന്നത്. പണ്ട് ഞങ്ങൾ ഇവിടെ സാറ്റ് കളിക്കുമ്പോ ഇവിടെയൊക്കെ വിളിക്കുന്നത്. കാട് അന്ന് ഇത് കാടല്ലേടി, അന്ന് ഇവിടെ ഗ്രാമ്പു അത് ഇതൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൊക്കോ. അപ്പച്ചനും അമ്മച്ചിയും ഇത്രയും വലിയ വീടൊക്കെ വിട്ടിട്ടാണ് അയാൾ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കളഞ്ഞത്. അത് പിന്നെ എന്റെ അപ്പനല്ലേ, എന്നെ പോലെ ആത്മാഭിമാനം അപ്പനും ഉണ്ട്. പിന്നെ അങ്ങനെ തുമ്മുമ്പോ അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും അങ്ങ് ഇറങ്ങി പോയാൽ എങ്ങനെയാ? അപ്പനെ ഉള്ളി തട്ടണ രീതിയിൽ എന്തെങ്കിലും ഈ അളിയൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് എന്നാലും അത്ഭുതം തരണില്ല എന്റെ പൊന്നു ക്ലീറ്റോ. കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ പറ്റി നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല. പിന്നെ ഭയങ്കര ഇത് ഇച്ചിരി കടുപ്പാ. ഞങ്ങൾ കുറച്ച് നീയൊക്കെ ഇപ്പൊ ചിരിച്ചോടാ. നാളെ നിനക്ക് എന്നെ അംഗീകരിക്കേണ്ടി വരും. അതാണ് കല. ഈശ്വരൻ അറിയാം. എടാ, നീ ഒന്നൊക്കെ ചെവിന്ന് താഴെ വെക്കൂ. ഊണ് കഴിക്കണം മണിക്കൂർ എടുത്ത് മാറ്റടാ. പന്ന ഫോണും ഉണ്ട്. പന്ന ഫോണും പറയുന്നത് അതെങ്കിലും ഉണ്ടല്ലോ. അതില്ലാത്ത ഒരുപാട് പേരുണ്ട്. അത് തന്നെ ഉണ്ട്. സമാധാനമില്ല. പിന്നെയാണ് അവന് വലിയ ഫോൺ. നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ. എനിക്ക് ഞാൻ ഫോണേ കണ്ടിട്ടില്ല. അന്ന് ഫോൺ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഫോൺ ഉണ്ടല്ലോ. ഉണ്ടോ? ആരാ നോക്കി? എനിക്ക് മീൻ വറുത്തത്. ആരാണ് നോക്കാൻ? പോയി നോക്കൂ. ഒന്ന് ചെന്ന് ലേലം പിടിക്കണം. പോയി നോക്കടാ. എന്റെ മീൻ വറുത്തത് ഇതിന്റെ എണ്ണ എങ്ങാനും കുറഞ്ഞാ ടെൻഷൻ. വേണമെങ്കിൽ ഇപ്പൊ ഒരു മീൻ വറുത്തെടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഭാവിയിൽ ഈ ഒരു പുരുഷ വിരോധിയാവരുത്. കഴിച്ചോണ്ടി. ഞാനല്ല പറയണം. ഇവന് ഓർമ്മയുണ്ടല്ലോ നമ്മളെ. ആന്റി സുഖാണോ? ഓ സുഖം. നിനക്കോ? തക്കളി അല്ല, അക്ഷയ. തക്കളി പെന്നേമ.
വയറൊക്കെ അങ്ങ് ചാടി കേട്ടോ. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ ഇത്ര ഇല്ലായിരുന്നു. അതെ, കല്യാണം വീട്ടിൽ വെച്ച് നീ എൻ്റെ വയറിൻ്റെ അളവ് എടുത്തിരുന്നോ? അല്ല അന്ന് ഇത്ര ഇല്ലായിരുന്നു. ഞാൻ നിന്റെ ആരാണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ. പിന്നെ ആ നിലയ്ക്കുള്ള പെരുമാറ്റം മതി കേട്ടോ. ഫോൺ മാറിയോ? ഫോൺ ഫോൺ മാറിയെങ്കിൽ എന്ത് ചെയ്യാന്ന്? കനാണല്ലോ. നടക്കടാ. വന്നാലും നിൽക്കാം. ഇവിടെ ഉണ്ട്. ഇപ്പോഴേ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കുഴപ്പമാണ്. തോളിക്കറിയാം. പിന്നെ നല്ല കനാണല്ലോ. എന്താ വിശേഷം? ഓ, എന്തായാലും നല്ല സമയത്താണ് നമ്മള് വരവ്. ചേട്ടനിന്ന് പോണ്ടായിരുന്നോ? അല്ല, ഞാനിന്നൊരു കേസ് ഇൻവെസ്റ്റിഗേഷനോട് ബന്ധപ്പെട്ടൊരു യാത്രയുണ്ട്. എന്ത് കേസിന്റെ അന്വേഷണത്തിനായിട്ട് ഒരു യാത്രയുണ്ട്. അതായിരുന്നു അല്ലേ? എന്തായാലും നല്ല സമയത്താണ് നമ്മൾ വന്ന് എത്തിയത്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ സമയത്താ വരേണ്ടത്. പിന്നെ അളി, നീ പെട്ടി പ്രമാണത്തിട്ട് എങ്ങോട്ട് പോയതാണ്? ഞങ്ങൾ എങ്ങോട്ടും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്ന തന്നെ. ഇങ്ങോട്ടായിട്ട് വന്നതാണ്? പിന്നെ നിനക്ക് എന്താ അത്ര വ്യത്യാസം? ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ട്. അല്ല, അവക്ക് നീ വ്യത്യാസം അവളിൽ എന്താണ്? അവള് പൊക്കം കൂടിയെന്നാണോ അതോ വണ്ണം കൂടിയെന്നാണോ? ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നല്ല പഞ്ഞി വെച്ച്. എനിക്കൊന്ന് തോന്നുന്നുണ്ട് വ്യത്യാസം. അന്ന് വന്ന സാരിയല്ല അല്ലേ? അല്ല അല്ലല്ല അല്ല അല്ല എനിക്കറിയാം. ഡയറ്റിങ്ങിലാണ്, ഡയറ്റിങ്. ആണോ? പിന്നെ അപ്പച്ചനൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പച്ചന്റെ സുഖകരമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പച്ചൻ എന്നെ വന്ന് കണ്ടിരുന്നു. ഭയങ്കര സന്തോഷമാണ്. അപ്പച്ചനും അമ്മച്ചിക്കും സന്തോഷം കൊണ്ടങ്ങോട്ട് ഇരിക്കാൻ വയ്യുന്നടി. വേണ്ട വേണ്ട, നിങ്ങൾ കഴിച്ചോ, ഞാൻ വെള്ളം പ്ലേറ്റ് എടുത്തിട്ട് വരാം. തങ്കം, നോക്കി നിൽക്കാതെ നീ അങ്ങോട്ട് വിളമ്പടി. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നീ. വിളമ്പിക്കും, ആളിനെ അങ്ങോട്ട് വിളമ്പിക്കും. രീതികളൊക്കെ മനസ്സിലാക്കുന്നു. അല്ല, മനസ്സിലാക്കി വെക്കണമല്ലോ. ഇനിയിപ്പോ അവൾ ഇവിടുത്തെ കുറെ കാര്യങ്ങളിലൊക്കെ അവൾക്കും ഉത്തരവാദിത്തം വേണമല്ലോ. ഉത്തരവാദിത്തം കുറച്ചിട്ടോ. അളിയന് കറി ഒഴിച്ചു കൊടുക്ക്. അളിയന് കറി ഒഴിച്ചു കൊടുക്ക്. അളിയന് ഒഴിച്ചു കൊടുക്ക്. ഇച്ചിരി ഒഴിച്ചു കൊടുക്ക. അപ്പൊ മതി. അളിയനെ ഒരു സ്പൂൺ പരിപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയില്ലേ? ഇപ്പൊ പിള്ളേർക്കൊക്കെ വിളമ്പി കൊടുക്ക്. ഇതിൽ ചോറിട്ടടി. മോനേടാ, പിള്ളേർക്ക് കൊടുക്ക്. ഇത് മീൻ വറുത്തതേ അവന് കൊടുക്ക, അവന് കൊതിയാണെങ്കിൽ അവന് കൊടുക്ക്. എടുത്തോ, തക്കളിക്കിട്ട് കൊടു. അവളോട് കൊടുത്തിട്ട് ബാക്കി ഉണ്ടേ അവര് കൊടുത്താ മതി. അവന്റെ മുഖം മാറി. ചോറ് തരാം. എന്താ നീ ചോറിനല്ലേ? അല്ലളിയാ, ഈ ചെറുക്കനെ പട്ടിണി കിട്ടാനാണ് ഇവിടെ പതിവ്. മീന് മാത്രം. അല്ലല്ല, അതല്ലാതെ അവൻ ബുദ്ധിയുള്ളവനാ. അല്ലല്ല, അവൻ ബുദ്ധിയുള്ളവനാ. മുൻകരുതലേ, ചില സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് മാറണം അവൻ. എന്റെ മോനാ. ശരി. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയും? എങ്ങനെയുണ്ട് സാമൂഹ്യ സേവനം നാട്ടില്? ഓ, അത് കുഴപ്പമില്ല, അങ്ങനെ പോണുണ്ട്. വേറെ പരിക്കൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആണല്ലേ? അളിയാ, ഞാൻ ഊണ് കഴിച്ചിട്ട് ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണം. അളിയൻ ഊണ് കഴിച്ച് പെട്ടെന്ന് പോയി കളയരുത്. വൈകുന്നേരത്തെ ചായ കൂടിയും കഴിഞ്ഞിട്ടേ പോകാം. അവരെവിടെ പോണു? ഞാൻ വിട്ടിട്ട് വേണ്ടേ? ആളിയോ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, സമാധാനമായിട്ട് പോയിട്ട് വാ. ഞങ്ങൾ വൈകിട്ടത്തെ ചായയും കുടിച്ച് രാത്രിയത്തെ അത്താഴവും കഴിച്ച് പിന്നെ ഇവിടെ കുറെ നാളത്ത് ഇവിടുത്തെ ചായയും ചോറും കഴിച്ച് ഇവിടെ അങ്ങ് കൂടാൻ തന്നെ തീരുമാനിച്ചു. വെള്ളം കൂടെ കളിയന്. കളിയൻ എന്തോ കളിയാ? അല്ല, എന്തോ ഒരു പേടിയൊക്കെ പോലെ. പേടിക്കണ്ട, ഞങ്ങളിനി ഇവിടെ ഉണ്ടല്ലോ. അതാണ് എന്റെ പ്രധാന പേടിയെന്ന് എനിക്ക് തോന്നണം. അളിയ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അളിയ കഴിക്ക്, വെള്ളം കുടിക്കുക. അളിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചാൾ നിന്നിട്ടുണ്ടെങ്കിൽ അളിയാ, ഈ സാമൂഹ്യ സേവനമൊക്കെ അവതാളത്തിലാവൂലേ? അയ്യോ, അത് കുഴപ്പമില്ല. ക്ലീറ്റോ ലീവ് എടുത്തു. രാഷ്ട്രീയക്കാർക്ക് ലീവാ? അവിടുത്തെ പാർട്ടിയുടെ മെയിൻ ചുക്കാൻ പിടിക്കുന്ന ആള് ഞാനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോ വേണോ ലീവ് എടുക്കാൻ, വരാൻ പോവാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്നലെയും കൂടി വളരെ ഗൗരവമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണം. ഞങ്ങളുടെ പാർട്ടിയിൽ കോമളൻ എന്നും പറഞ്ഞൊരു അണിയുണ്ട്. അവൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അവൻ്റെ പെങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കെട്ടിയവനുണ്ട്, അവൻ ആളത്ര സ്വയംപല്ല. അപ്പൊ അവക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛനെയും അമ്മയും കൂടെ കൊണ്ട് ഈ പെങ്ങളെ വീട്ടിൽ നിർത്തി. കേൾക്കണം, പെങ്ങളെ വീട്ടിൽ നിർത്തിയ പോലെ സംഗതി രസം. മറ്റവനോട്ടും സഹിക്കുന്നല്ലേ ഈ അളിയനും. അവൻ ഈ തന്തയും തള്ളേനെ ഒന്നും രണ്ടും പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. സഹിക്കോ? കോമള ഈ വിവരം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനല്ലേ ആള് വിട്ടില്ല. ഇന്നലെ നേരെ പാർട്ടിക്കാരെല്ലാരും കൂടെ നേരെ വീട്ടിൽ ചെന്ന് അവന്റെ കൂത്തിനെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അളിയാ. 2 പൊട്ടീര് നേരെ എടുത്ത് വീട്ടിന് വെളിയിലിട്ട്. ഇപ്പൊ അവൻ ഭീഷണിപ്പെടുത്തി എന്താ അറിയാമോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോവാ,
ഇനി പോലീസുകാർ വന്ന് ഞങ്ങളങ്ങ് മൂക്കി കയറ്റി കളയുന്നു. അളിയൻ ഈ അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്ത്. എന്നാലും ഇവിടുത്തെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസുകാരനെ തല്ലിയ കേസാണ്. ഇടിച്ചവന്റെ കൂമ്പിയെ മാറ്റി കളഞ്ഞു. ഈ പോലീസുകാർ തല്ലിയല്ലേ പോലീസുകാർക്ക് സഹിക്കില്ല. അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. ആടിച്ച് ചവിട്ടി ഒതുക്കളഞ്ഞവനെ. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആരും ഇല്ലാത്ത ഏതെങ്കിലും അലവരാതിയായിരിക്കും. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരെ തൊട്ടാണ്ടല്ലോ വിവരം അറിയില്ല ഈ പോലീസുകാർ. എന്ത് വിവരം? നിങ്ങൾ അതൊക്കെ പിന്നെ പറയാന്നേ. നിങ്ങളിത് ഭക്ഷണം കഴിക്കണ്ടേ? സംസാരിക്കട്ടെ. എന്തത് ഇനി സമയമില്ല, ഭക്ഷണം കഴിക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞത് ഈ പോലീസ് നിങ്ങൾക്ക് പോലീസിനെ പറ്റി അറിയാൻ പാടില്ലണ്ടോ? ഒരു ഡിപ്പാർട്ട്മെന്റ് രാഷ്ട്രീയക്കാർക്ക് പോലീസുകാരെ അറിയാത്തോ? എന്തായാലും അറിയാ, മന്ത്രിയെക്കാളും വലുതല്ലോ നിങ്ങളുടെ പോലീസുകാരല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ ചില ഫോട്ടോയിലൊക്കെ ചില രാഷ്ട്രീയക്കാരും പാഞ്ഞു ഓടുന്ന പോലീസിന് മുമ്പേ. കളിക്കല്ലേ അത് ഈ ചോട്ട രാഷ്ട്രീയക്കാര്. ഞങ്ങളെ പാർട്ടിയിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്റെ ദൈവമേ, ലീറ്റോ രാഷ്ട്രീയക്കാരും വലുതാണ്, പോലീസും വലുതാണ്. മതിയല്ലോ, പോലീസ് വലുതാണല്ലോ. ഓ കേട്ടല്ലോ, പോലീസുകാർ വലുതാണെന്നുള്ള ആദ്യം പറഞ്ഞ് കേട്ടല്ലോ. കേട്ടല്ലോ അല്ലേ? സമ്മതിച്ചു. അതിന് സമാധാനമായല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങനെ ചില സാഹചര്യത്തിൽ ഒന്ന് താന്നു കൊടുക്കും. മാത്രം എന്താടാ വേണ്ടേ? ഒരു മീൻ വറുത്തതും കൂടി, ഇതിപ്പോ തീരും. എല്ലാവർക്കും വേണ്ട ഇത്. നട നീ കരയണ്ട. നീ ചിലപ്പോ എന്റെ വയറ് വരും. ഞാനത് കൊടുത്തില്ല. മോനെ ചെറുതിട്ട് വലുത് പിടിക്കാനുള്ള പരിപാടിയാ. അതങ്ങ് കൊടുത്തേര്.